പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചു. ബജറ്റിന് മുന്നോടിയായി വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പുതിയ വായ്പാനുമതി ലഭ്യമായ സാഹചര്യത്തിലാണ് വീണ്ടും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണ നടപടികൾ സജീവമായിരിക്കുന്നത്. ക്ഷേമ പെൻഷൻകാർക്ക് 3 മാസത്തിലെ പെൻഷൻ തുകയായ 4800 രൂപ വീതം മാത്രം കുടിശ്ശികയുള്ളപ്പോൾ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ നിന്നും പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് 15 മാസത്തോളം വരുന്ന കുടിശ്ശികയാണ് നൽകാനുള്ളത്. ഇതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും അടക്കം ലഭിക്കാനുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് തടഞ്ഞുവെച്ചിട്ടുള്ളത്. നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന 3200 രൂപ വീതം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇതുവരെയും ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും. വരുന്ന ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് നടപടി. ക്ഷേമനിധി പെൻഷൻകാർക്കും ആനുകൂല്യങ്ങൾ മുടങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വീണ്ടും ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടെ വിതരണത്തിനായി 3000 കോടി രൂപ കടമെടുക്കുന്നു. സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ ഇപ്പോഴുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം 3000 കോടി രൂപ കടമെടുക്കും. ഇതിനായുള്ള കടപ്പത്രത്തിന്റെ ലേലം ഫെബ്രുവരി 4-ന് നടക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചു. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ-കുബർ സംവിധാനം വഴിയാണ് ലേലം നടക്കുക. ക്ഷേമ പെൻഷൻ കുടിശ്ശിക 4800 രൂപ വീതം ഈ സാമ്പത്തിക വർഷം മുതൽ കൊടുത്തു തുടങ്ങുമെന്ന് ധനവകുപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനവും പെൻഷൻ വർധനവ് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങളും ഫെബ്രുവരിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കും. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ആനുകൂല്യങ്ങൾ ഒരു പരിധിവരെ കൊടുത്തു തീർക്കുന്നതിനുള്ള തിരക്കിട്ട നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പും വരുന്നുണ്ട്. 1600-ൽ 100 രൂപയുടെ വർധനവാണ് കൊണ്ടുവരിക. ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും തുക വർധനവ്. അതുമാത്രമല്ല, 2500 രൂപ വരെ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണിത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ വാഗ്ദാനം നിറവേറ്റാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. എങ്കിൽ പോലും കൃത്യമായി മുടക്കം കൂടാതെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയും ഇപ്പോൾ നൽകുന്ന തുകയിൽ ഒരു ചെറിയ വർധനവ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയും സർക്കാർ ശ്രമിക്കുന്നുണ്ട്. 100 രൂപ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക് 1700 രൂപയോളം എത്തിച്ചേരും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.